സമയം അർദ്ധരാത്രിയോടടുക്കുന്നു. അറബിക്കടലിന്റെ മധ്യത്തിൽ ഒരു ഭീമൻ ചരക്കു കപ്പൽ അന്തക തിരമാലകളോട് പൊരുതുകയാണ്. കാറ്റിന്റെ വേഗത കൂടുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു. ഭീകരമായ ഒരു ശബ്ദത്തോടെ കൂറ്റൻ കണ്ടെയ്നറുകൾ ഓരോന്നായി ആഴക്കടലിലേക്ക് പതിക്കുന്നു. നിമിഷങ്ങൾക്കകം കപ്പലിന്റെ ഇന്ധന ടാങ്കിൽ വിള്ളൽ വീഴുന്നു. ടൺ കണക്കിന് കറുത്ത എണ്ണ സമുദ്രത്തിന്റെ നീലിമയെ വിഴുങ്ങിക്കൊണ്ട് പടരുകയാണ്. തീരത്തുള്ളവർ ഇതൊന്നും അറിയാതെ ഉറങ്ങുമ്പോഴേക്കും കടലിനടിയിലെ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ ശ്വാസം മരിക്കുകയാണ്. നാളെ പ്രഭാതത്തിൽ തീരത്തെ മത്സ്യത്തൊഴിലാളികൾ ഉണരുന്നത് കറുത്ത എണ്ണയടിഞ്ഞ ശവപ്പറമ്പ് പോലുള്ള കടൽ കണ്ടുകൊണ്ടായിരിക്കും. കോടികളുടെ നഷ്ടം, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി ആഘാതം. ഇത്രയും കാലം ഇത്തരം ദുരന്തങ്ങൾക്ക് മുന്നിൽ നമ്മൾ നിസ്സഹായരായിരുന്നു. എന്നാൽ ഇനി ആ പേടി വേണ്ട. എത്ര വലിയ കൊടുങ്കാറ്റിന് മുന്നിലും കൂറ്റൻ തിരമാലകൾക്ക് മുന്നിലും നെഞ്ചു വിരിച്ചു നിൽക്കാൻ ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സജ്ജമാണ്. അതിനൊരു വമ്പൻ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഇന്ത്യയുടെ അഭിമാനമായ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഈ അത്ഭുതം എങ്ങനെയാണ് നമ്മുടെ സമുദ്രങ്ങളെ സംരക്ഷിക്കുന്നത്? ഇതിലെ അത്യാധുനിക സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച കപ്പലാണിത്. ഇന്ത്യയുടെ അഭിമാനമായ കപ്പലിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന 60% സാമഗ്രികളും ഇവിടെ തന്നെ നിർമ്മിച്ചതാണ്. നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പക്കലുള്ള ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നാണിതെന്ന പ്രത്യേകതയുമുണ്ട്. സമുദ്രപ്രതാപിന്റെ വലിപ്പം കണ്ടാൽ തന്നെ അതിന്റെ കരുത്ത് മനസ്സിലാകും. 114.5 മീറ്റർ നീളം, 4170 ടൺ ഭാരം. ഇത് മാത്രമല്ല, ശത്രുക്കളെ നേരിടാൻ 30 mm CR-91 ഗണ്ണും 12.7 mm റിമോട്ട് കൺട്രോൾ ഗണ്ണും ഇതിലുണ്ട്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ മാന്ത്രികത ഇതിലെ ഡൈനാമിക് പൊസിഷനിങ് സിസ്റ്റമാണ്. കടൽ എത്ര പ്രക്ഷുബ്ധമാണെങ്കിലും കപ്പലിനെ ഒരേ സ്ഥലത്ത് നിർത്തി മലിനീകരണം നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. സമുദ്രപ്രതാപിന്റെ സാങ്കേതിക വശം അത്ഭുതപ്പെടുത്തുന്നതാണ്. കടലിൽ എണ്ണ പടർന്നാൽ അത് വലിച്ചെടുക്കാനുള്ള അത്യാധുനിക ഓയിൽ സ്കിമ്മറുകൾ, ശേഖരിക്കുന്ന എണ്ണ സൂക്ഷിക്കാൻ വലിയ ടാങ്കറുകൾ, അടിയന്തര ഘട്ടങ്ങളിൽ നിരീക്ഷണത്തിനും രക്ഷാപ്രവർത്തനത്തിനുമായി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. കൂടാതെ അത്യാധുനിക എഞ്ചിനുകൾ ഉപയോഗിക്കുന്നതിനാൽ ദീർഘദൂരം വേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. ഇതിലെ സെൻസറുകളും റഡാറുകളും സമുദ്രത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ പ്രാപ്തമാണ്. നമ്മുടെ സമുദ്രപാതകളിലൂടെ ടൺ കണക്കിന് എണ്ണയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അത് വലിയ പരിസ്ഥിതി ദുരന്തത്തിന് കാരണമാകാം. സമുദ്രപ്രതാപ് അത്തരമൊരു സാഹചര്യം നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. സമുദ്രത്തിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കാനും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടാതിരിക്കാനും ഈ കപ്പൽ വലിയ പങ്കുവഹിക്കുമെന്നതിൽ സംശയമില്ല. മുമ്പ് ഇത്തരം സാങ്കേതിക വിദ്യകൾക്കായി നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ തന്നെ ഇത്തരം കപ്പലുകൾ നിർമ്മിക്കുന്നു എന്നത് വലിയ നേട്ടമാണ്. സമുദ്രപ്രതാപ് വെറുമൊരു കപ്പലല്ല, മറിച്ച് നമ്മുടെ കടലിന്റെ സുരക്ഷയ്ക്കും തീരദേശത്തിന്റെ സമാധാനത്തിനും ഇന്ത്യ നൽകുന്ന ഉറപ്പാണ്. ആഴക്കടലിലെ അപകടങ്ങളെ ഭയപ്പെടാതെ നമ്മുടെ സമുദ്ര സമ്പത്തിനെ കാത്തു സൂക്ഷിക്കാൻ ഈ കരുത്തൻ ഇനി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനൊപ്പം ഉണ്ടാകും.